ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ ആദ്യ ഭാഗം കരതൊട്ടു. മണിക്കൂറിൽ 7 കിലോമീറ്ററാണ് നിലവിൽ കാറ്റിൻ്റെ സഞ്ചാരവേഗം. മധ്യഭാഗം കരതൊടുമ്പോൾ അത് 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് പറയുന്നത്. 10 ജില്ലകളിൽ രാത്രി 10 മണിവരെ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ചെന്നൈയിൽ മഴ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ടിലേക്ക് മാറ്റി. റെഡ് അലർട്ടായിരുന്നു, അത് ഓറഞ്ച് അലർട്ടായി. 100-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈയിൽ ഷോക്കേറ്റ് 3 പേർ മരിച്ചുവെന്നും വാർത്തയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ്, സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണൻ, അതുപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മനീഷ് മൂർത്തി, ഒരു എക്സ്പ്ലെയിനറുമായി പ്രജിൻസി കണ്ണനും ചേരും. ആദ്യം ചെന്നൈയിലേക്ക് നമുക്കിപ്പോൾ മുഹമ്മദ് റഹീസ് ചേരുന്നു. റഹീസ്, ഇപ്പോൾ അവസ്ഥ എന്താണ്? കാരണം 8:30 മണിക്ക് ഇത് കര തൊടും എന്നായിരുന്നല്ലോ വാർത്ത. പൂർണ്ണമായും തീരം തൊട്ടെങ്കിലും പൂർണ്ണമായും കര തൊടുന്നത് 8:30 ആയിരിക്കും. ആ സമയത്ത് ചില അത്യാഹിതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ, അപ്ഡേറ്റ്സ്? SK, നിലവിൽ തമിഴ്നാടിനേക്കാൾ ഏറ്റവും കൂടുതൽ ആശങ്ക പുതുച്ചേരിയിലാണ് ഇപ്പോൾ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ തമിഴ്നാടിൻ്റെ ചില മേഖലയിൽ, വിഴുപ്പുറം പോലെയുള്ള ചില മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച അത്ര വലിയ മഴ തമിഴ്നാട്ടിലേക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ, ഇനിയുള്ള 3 മണിക്കൂർ അതിനിർണായകമാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. ചുഴലിക്കാറ്റ് പൂർണ്ണമായും കരയിലേക്ക് എത്തുന്നതോടുകൂടി കാറ്റിൻ്റെ വേഗത ശക്തമാകും. നിലവിൽ 60 കിലോമീറ്റർ ഒക്കെ വേഗത്തിലാണ് കാറ്റ് പോകുന്നത്. പക്ഷേ ആ വേഗമായിരിക്കില്ല ഇനി കാറ്റിനുണ്ടാകുന്നത്. കാറ്റ് അതിശക്തമായി വീശും. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അതിൽ തന്നെ ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, വെല്ലൂർ, റാണിപ്പെട്ട്, തിരുപ്പത്തൂർ, ധർമ്മപുരി, തിരുവണ്ണാമലൈ, കള്ളാക്കുറിച്ചി, വിഴുപ്പുറം, ഒപ്പം തന്നെ കടലൂർ ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴ അടുത്ത 2 മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത ഒരു വെതർ അപ്ഡേറ്റ് ഉണ്ടാകുന്നത് 10 മണിക്കാണ്. ആ 10 മണിക്ക് മുൻപ് ഈ പ്രദേശങ്ങളിലൊക്കെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യും. പക്ഷേ ഈ കാറ്റ് അതിശക്തമായിട്ടുള്ളൊരു കാറ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാറ്റിൻ്റെ ഒരു അതിശക്തമായ കാറ്റടിച്ചു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് പോകില്ല. പക്ഷേ മരച്ചില്ലകളടക്കം വീഴുന്ന തരത്തിൽ, ചെറിയ മരങ്ങളൊക്കെ വീഴുന്ന തരത്തിൽ കാറ്റിൻ്റെ ശക്തി കൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ മഴ പെയ്യും. ഈ കാറ്റടിച്ചതിന് ശേഷമാകും ഈ പ്രദേശങ്ങളിൽ രൂക്ഷമായ മഴ പെയ്യുന്നത്, അതിശക്തമായ മഴ പെയ്യുന്നത്. എന്തായാലും നാളെ രാവിലെ വരെ തമിഴ്നാട്ടിലെ ഈ ജില്ലകളിൽ, ഒപ്പം തന്നെ ചെന്നൈയിലും തിരുവള്ളൂരിലും കൃഷ്ണഗിരിയിലും ഒക്കെ തിരുവാരൂരിലുമൊക്കെ മഴ കനക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയുള്ള 3 മണിക്കൂർ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഇത് പുതുച്ചേരിയോട് ചേർന്നായിരിക്കും, മഹാബലിപുരത്തിനും കാരയ്ക്കലിനും ഇടയിൽ പുതുച്ചേരിയോട് ചേർന്നായിരിക്കും ഇത് കര തൊടുക, ഫിൻജാൽ ചുഴലിക്കാറ്റ് കര തൊടുക എന്നുള്ളതായിരുന്നു. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളെയൊക്കെയും കുഴക്കിയ ഒരു ചുഴലിക്കാറ്റാണിത്. കാരണം കൃത്യമായി ഒരു തരത്തിലുള്ള പിടിയും തരാതെ, വേഗത പോലും കൃത്യമായി ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലാണ് ഫിൻജാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പുതുച്ചേരി തൊട്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഔട്ടർ ലൈനാണ് ഇപ്പോൾ തമിഴ്നാട് തീരത്തോട് പുതുച്ചേരിയോടൊക്കെ ചേർന്നുകൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നത്. ശേഷം അതിൻ്റെ ഒരു ഫോക്കൽ പോയിന്റ്, പ്രധാന പോയിന്റ് ഉടൻ തന്നെ തമിഴ്നാട് തീരത്തേക്ക് വരികയാണ്. അപ്പോൾ ചെന്നൈക്ക് മുകളിലുള്ള ഒരു ജില്ലകൾ, നേരത്തെ ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന ജില്ലകളിലൊക്കെയാണ് അതിശക്തമായ മഴയുണ്ടാകുന്നത്. ഒപ്പം തന്നെ കടൽക്ഷോഭം രൂക്ഷമാകും, തിരമാലകൾ വലിയ ഉയരത്തിലടിക്കും. അപ്പോൾ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണം. ഇതിനോടകം തന്നെ ഇവിടെയുള്ള ഒരുപാട് പേരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ നമ്മൾ ഈ സംസാരിക്കുന്ന മിനിറ്റുകളിൽ എന്തായാലും വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ഒരു ചുഴലിക്കാറ്റിൻ്റെതായി പ്രതീക്ഷിക്കപ്പെടുന്ന വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മഴ തുടരുന്ന പ്രദേശങ്ങളുണ്ട്, വെള്ളക്കെട്ട് തുടരുന്ന പ്രദേശങ്ങളുണ്ട്. ചെന്നൈയിലൊക്കെ മഴ അവസാനിച്ചു, പക്ഷേ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നുണ്ട്. പലയിടത്തും വൈദ്യുതിയില്ല. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷം പലർക്കും ഷോക്ക് ഏറ്റിട്ടുണ്ട്. നിലവിൽ 3 മരണമാണ് ചെന്നൈയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ചില അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ കറണ്ട് ഇല്ലാതെ അവസാനം പിന്നീട് കറണ്ട് വരുമ്പോൾ ഷോക്കേറ്റ് ഉണ്ടാകുന്ന മരണം, അങ്ങനെ ആളുകൾ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെ നിലവിലുണ്ട്. ഈ നദികളിലെയൊക്കെ ജലനിരപ്പ് എന്തായാലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് നിലവിൽ പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ വലിയ ആശങ്ക നിലവിലില്ല. പക്ഷേ ഈ മഴ എന്തായാലും ഇന്ന് രാത്രി ചെന്നൈയിലും ഒപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും, ഈ പറഞ്ഞ 10 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന 6 ജില്ലകളിലും അടക്കമൊക്കെ വ്യാപകമായിട്ടുള്ള മഴ പെയ്യും.
ചെയ്യും, ഒപ്പം തന്നെ കാറ്റടിക്കുകയും ചെയ്യും. പക്ഷേ കാറ്റ് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു വലിയ കാറ്റടിക്കില്ല എന്നുള്ളൊരു രീതിയാണ് നിലവിലുള്ളത്. അത്തരത്തിലൊരു നിഗമനത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കമുള്ളത്. അങ്ങനെ അവർ കൃത്യമായിട്ട് ഈ ഒരു സൈക്ലോണിൻ്റെ ആ ഒരു തീവ്രത, അതിൻ്റെ വേഗം ഒക്കെയും മിനിറ്റ് ബൈ മിനിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു പ്രശ്നം ഈ സൈക്ലോൺ കാറ്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാകില്ല. പക്ഷേ മഴ ചെന്നൈയിൽ എന്തായാലും പെയ്യും. കഴിഞ്ഞ ഒരു 5:30 കൂടി ചെന്നൈയിലും പരിസര ജില്ലകളിലുമൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് കനത്ത മഴയുള്ളത്. പക്ഷേ കാറ്റ് അതിരൂക്ഷമായി അടിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിലും റോഡിലേക്ക് മരം വീഴുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ കടന്നു വന്ന പ്രദേശങ്ങളിലൊക്കെയും പോലീസ് വഴിയിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും എങ്ങോട്ടാണ് പോകുന്നത്, അത്യാവശ്യ ഘട്ടമാണോ, അത്യാവശ്യ കാര്യങ്ങൾക്കാണോ പുറത്തു പോകുന്നത് എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് അധിക പേരും പുറത്തിറങ്ങിയിട്ടില്ല. ഈ രാത്രി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കരുത് എന്ന തരത്തിൽ അതൊരു ഔദ്യോഗികമായ അറിയിപ്പല്ല എങ്കിൽ കൂടിയും പോലീസ് കൃത്യമായി ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെയും അടയ്ക്കണം എന്ന തരത്തിൽ ഒരു നിർദ്ദേശം ഇവർക്ക് നൽകുന്നുണ്ട്. ചെന്നൈയിൽ വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിൽ മഴക്കെടുതിയിൽ 3 മരണമുണ്ടായി എന്ന വാർത്ത. ഏറ്റവും അവസാനം ചെന്നൈയിൽ ഷോക്കേറ്റാണ് ഒരാൾ മരിച്ചത്. വ്യാസറപാടി ഗണേശ്വരം സ്വദേശി ഇസൈവാനനാണ് മരിച്ചത്. ടണലിലെ വെള്ളം നീക്കം ചെയ്യുന്നതിനിടെ ഷോക്കേറ്റു. ഇതോടെ ചെന്നൈ നഗരത്തിൽ മരണം 3ആയി. അതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നേരിട്ട് ഈ കാര്യത്തിൽ സംബന്ധിക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് നിങ്ങൾ നോക്കുമ്പോൾ വലതുഭാഗത്തായി കാണുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാം. പ്രത്യേകിച്ചും ചെന്നൈയിലും തമിഴ്നാട്ടിലും താമസിക്കുന്ന മലയാളികൾക്ക് മഴക്കെടുതിയുടെ വാർത്തകൾ നേരിട്ട് അറിയിക്കാനും സംസാരിക്കാനും വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് 24 ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ വലത് ഭാഗത്തേക്ക് നോക്കുക, നേരിട്ട് സംവദിക്കാം എന്നെഴുതി ലോഗോയുടെ തൊട്ട് താഴെയുള്ള സ്ഥലം, അവിടെ OTS എന്നൊക്കെ നമ്മൾ ടെക്നിക്കലി പറയും. ആ സ്ഥലത്ത് നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് എന്നോട് സംസാരിക്കാം. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ മലയാളി സുഹൃത്തുക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി KR ഗോപികൃഷ്ണൻ കൂടി ചേരുന്നു. ഗോപികൃഷ്ണൻ, നമസ്കാരം. ഈ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കൾക്ക് ചെന്നൈയിൽ നിന്ന് ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്താണ്? നമസ്കാരം SKN. ചെന്നൈയിൽ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ഫിൻജാൽ ചുഴലിക്കാറ്റ് അത് കര തൊട്ടിട്ടുണ്ട്. അതിൻ്റെ ആ മുൻഭാഗം കര തൊട്ടിട്ടുണ്ട്. തീവ്രമായ അതിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നത് ഇപ്പോഴും നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒന്നല്ല, അല്ലെങ്കിൽ അത് കൃത്യമായി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. 60 കിലോമീറ്റർ വേഗതയിൽ, മണിക്കൂറിൽ 60 കിലോമീറ്ററിന് വേഗതയിലായിരിക്കും ചുഴലിക്കാറ്റ് അടിക്കുക എന്നതായിരുന്നു ആദ്യം വന്ന സൂചനകളെങ്കിൽ പിന്നീട് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് മണിക്കൂറിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ ആഞ്ഞടിക്കുന്ന കാറ്റും തുടർന്ന് അതിനോട് ചേർന്നുള്ള മഴയും ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ചുഴലിക്കാറ്റ് ഏറ്റവും അധികം ബാധിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒന്ന് വടക്കൻ തമിഴ്നാടാണ്. അതായത് തമിഴ്നാടിൻ്റെ വടക്കൻ മേഖലയിലുള്ള ജില്ലകൾ, പിന്നെ പുതുച്ചേരി, പിന്നെ തെക്കൻ ആന്ധ്ര തീരം. ഈ 3 പ്രദേശങ്ങളിലാണ് ചുഴലിക്കാറ്റിന് മുന്നറിയിപ്പ് സംവിധാനം എന്ന നിലയിൽ റെഡ് മെസ്സേജ് നൽകിയിരിക്കുന്നത്. അതിൽ ആശ്വാസകരമായി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു വിവരം, ചെന്നൈ നഗരത്തിൽ നേരത്തെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ്. ചെന്നൈ നഗരത്തിന്റെ പ്രശ്നം അവിടെ ശക്തമായ മഴ തുടർന്ന് പെയ്തുകൊണ്ട് ഇരുന്നാൽ, അതായത് തുടർച്ചയായി ശക്തമായ മഴയുണ്ടെങ്കിൽ അവിടെ ഒരു പ്രളയ സാധ്യതയുണ്ട് എന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 4 തവണ ചെന്നൈയിൽ പ്രളയം ബാധിച്ചിട്ടുണ്ട്. 2015-ലും 19-ലും 21-ലും 23-ലും പ്രളയം കണ്ടതാണ് ചെന്നൈയിൽ. അതായത് 11 മുതൽ 12 സെന്റിമീറ്റർ വരെ മഴ തുടർന്ന് പെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ 24 മണിക്കൂറിൽ 20 സെന്റിമീറ്റർ മഴ പെയ്യുകയും അങ്ങനെ 48 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ചെന്നൈയിൽ പ്രളയബാധിത മേഖലയായി അത് മാറും. ആ ഒരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ ചെന്നൈയിലുള്ളത്. പ്രധാനമായും ചെന്നൈയിൽ 4000-ഓളം റോഡുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN, 4000-ഓളം റോഡുകൾ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഉള്ളത് എന്നതാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചുഴലിക്കാറ്റിൻ്റെ തീവ്രത ഏത് തരത്തിലായിരിക്കും തമിഴ്നാട് തീരത്ത് അനുഭവപ്പെടുക, എത്ര ശക്തമായ കാറ്റും മഴയുമാണ് ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാകാൻ പോകുന്നത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ചെന്നൈ നഗരത്തെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ ഇപ്പോൾ ജാഗ്രത വേണ്ടത്, ഇപ്പോൾ ശ്രദ്ധ വേണ്ടത് തമിഴ്നാടിൻ്റെ വടക്കൻ മേഖലകളിലുള്ള ജില്ലകളിലാണ്. ആ ജില്ലകളിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രദേശങ്ങളിലുള്ളവരാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. ചെന്നൈ നഗരത്തിൽ മാത്രം ഏതാണ്ട് 2,32,000 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി 2000-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും സംസ്ഥാന സർക്കാർ ഇടപെട്ട് നടത്തിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേന, കേന്ദ്ര ദുരന്ത നിവാരണ സേന എന്നിവർ പൂർണ്ണ സജ്ജമായി തന്നെ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായി നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉന്നതതല യോഗം വിളിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ SKN റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഒന്ന് ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, വെല്ലൂർ, റാണിപ്പേട്ട്, തിരുപ്പത്തൂർ, ധർമ്മപുരി, തിരുവണ്ണാമലൈ,
കള്ളാകുറിച്ചി, കടലൂർ, വില്ലുപുരം, പുതുച്ചേരി ഇങ്ങനെ 8 ജില്ലകളിലാണ്, ഇങ്ങനെ 10 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതുച്ചേരി SK നമുക്കറിയാം ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നതുകൊണ്ട് ഈ പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾ പോകരുത്, വിനോദസഞ്ചാരികൾ ഈ മേഖലകളിൽ എത്തരുതെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. ചെന്നൈ നഗരത്തിൽ കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകണം. പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് അവർ മാറി താമസിക്കണം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അപകട സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നമ്പറുകളിൽ അവർക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. കുട്ടികളെ പുറത്തിറക്കരുത് എന്ന പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ത്രീകളോട് സുരക്ഷിത ഇടങ്ങളിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ SKN പല മലയാളികളും ചെന്നൈയിലുള്ള പല മലയാളി സുഹൃത്തുക്കളും 24-മായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പലർക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് ചില തിരക്കുകളിലുണ്ട്, അവർക്ക് പലപ്പോഴും അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നതാണ്. എവിടെയാണോ ആളുകൾ നിൽക്കുന്നത് അവിടെ സുരക്ഷിതമാണ് ആ പ്രദേശം എന്ന്, ആ സ്ഥലം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുകയും അവിടെ തന്നെ തുടരുകയും ചെയ്യുക. ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. SKN ഈ ചുഴലിക്കാറ്റിൻ്റെ ഒരു സവിശേഷത, അതായത് നവംബർ 23-നാണ് ഈ ചുഴലിക്കാറ്റ് ഒരു ന്യൂനമർദ്ദമായി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് ISROയുടെ 2 ഉപഗ്രഹങ്ങൾ, 2 ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ, ഒന്ന് EOS-6 മറ്റൊന്ന് INSAT 3DR, ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ട ആ ദിവസം മുതൽ ഇതിൻ്റെ സഞ്ചാരപാത കൃത്യമായി ഡിറ്റക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തടസ്സം SKN ഇതിൻ്റെ സഞ്ചാരപാതയിൽ എത്ര തീവ്രതയിലാണ് ഈ കാറ്റ് വീശുക എന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിൻ്റെ മുൻഭാഗം കരയിൽ തൊട്ടു എന്നുള്ള വിവരം വരുമ്പോൾ അവിടെ തീവ്രത വളരെ നേരിയ തോതിൽ മാത്രമാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പൂർണ്ണമായി കരയിലേക്ക് ഈ ചുഴലിക്കാറ്റ് കടക്കുന്നതോടുകൂടി ഇതിൻ്റെ തീവ്രത 10 മടങ്ങ് വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും കരയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് പ്രധാനം. അത് ശക്തമായ കാറ്റും തുടർച്ചയായ മഴയുമായി മാറുകയാണെങ്കിൽ ചെന്നൈ നഗരം അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത ആവശ്യമായി വരും. ഓക്കെ, താങ്ക് യു. KR ഗോപികൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം